ഹലോ ഹായ് ഡിയർ ഫ്രണ്ട്സ്, നമ്മുടെ ചാനലിലെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഇൻഫർമേറ്റീവ് വീഡിയോ ഒന്നും അല്ല. എല്ലാവരുടെയും പരാതിയാണ് എൻ്റെ ചാനലിൽ ഇൻഫർമേഷൻ മാത്രമേ ഉള്ളൂ, വല്ലപ്പോഴും എങ്കിലൊക്കെ ഒരു ട്രാവൽ വ്ളോഗൊക്കെ ചെയ്തുകൂടെ, ചേച്ചി ഒത്തിരി യാത്ര ചെയ്യുന്നതല്ലേ എന്നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ ഇന്ന് ഞങ്ങൾ 2-3 കൂട്ടുകാർ കൂടി നമ്മുടെ ഇസ്രായേലിലെ നഹാരിയയ്ക്ക് തൊട്ടടുത്തുള്ള ലെബനോൻ ബോർഡറുമായിട്ട്, നമ്മൾ ഇസ്രായേൽ ലെബനോനുമായിട്ടുള്ള ബോർഡർ ഷെയർ ചെയ്യുന്ന ഒരു സ്ഥലമുണ്ട്, റോഷ് ഷനിക്ര എന്ന് പറയും. ആ സ്ഥലം കാണാൻ വേണ്ടിയിട്ട് പോവുകയാണ്. നമ്മുടെ കൂടെയുള്ള ഈ 2 കിളികളുണ്ടല്ലോ, ഇത് സോണി, ഇത് നിമ്മി. ചോനു നിമ്മു എന്ന് ഞാൻ വിളിക്കും. അവർ രണ്ടുപേരും ഈ സ്ഥലം കണ്ടിട്ടില്ല. അപ്പോൾ ഇന്ന് കുറച്ച് സമയം ഫ്രീ ടൈം ഉണ്ട്, എന്നാൽ പിന്നെ വിട്ടേക്കാമെന്ന് വിചാരിച്ചു. ഹൈഫയിൽ നിന്ന് ഞങ്ങളുടെ കൂടെ വേറെ 2 ഫ്രണ്ട്സും കൂടെ ജോയിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് യാത്ര തിരിക്കുന്നത് കിരിയാത്ത് തിവോണിൽ നിന്നാണ്. ഞങ്ങൾ ബസ് കാത്തിരിക്കുകയാണ്. പോകുന്ന വഴിയുള്ള കാഴ്ചകളും റോഷ് ഷനിക്രയുടെ കാഴ്ചകളിലേക്കും എല്ലാവർക്കും സ്നേഹത്തോടെ സ്വാഗതം. പിന്നെ ഈ വീഡിയോയിൽ ഞാൻ 1-2 എപ്പോഴും ഷൈനി ബാബുവിൻ്റെ വീഡിയോ എന്ന് പറയുമ്പോൾ ഇൻഫർമേഷൻ ഇല്ലാതെ പോയാൽ അത് ശരിയാവത്തില്ലല്ലോ. അപ്പോൾ ഈ വീഡിയോയിൽ ഒരു പുതിയ കാര്യം കൂടെ പറഞ്ഞു തരാം. പുതിയ കാര്യം എന്ന് പറഞ്ഞാൽ കുറച്ച് പേർക്കൊക്കെ അറിയാവുന്ന കാര്യമാണ്. നമ്മളിവിടെ ഇസ്രായേലിൽ യാത്ര ചെയ്യുമ്പോൾ നമ്മളുടെ ട്രാൻസ്പോർട്ടേഷന് വേണ്ടി നമ്മൾ റാഫ്കാവ് കാർഡാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ പലരും ചില സമയത്തൊക്കെ എവിടെയെങ്കിലുമൊക്കെ പോകാൻ നേരം കാർഡൊക്കെ എടുക്കാൻ മറന്നു പോകുന്നവരുണ്ട്. പെട്ടെന്ന് കാർഡിൽ പൈസ ഇല്ല എന്നുള്ള ആ ഒരു പ്രശ്നങ്ങളൊക്കെ ബസ്സിൽ വെച്ച് ഫേസ് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. അപ്പോൾ അതിനൊരു ഉപാധി എന്നുള്ള നിലയിൽ ഒരു കാര്യം പറഞ്ഞു തരാം. നമ്മളിവിടെ ഈ ബസ്സിൻ്റെ സ്കെഡ്യൂളും ട്രെയിനിൻ്റെ സ്കെഡ്യൂളും ഒക്കെ നോക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ആപ്ലിക്കേഷനുണ്ട്, മൂവിത്ത് എന്ന് പറയുന്നൊരു ആപ്ലിക്കേഷൻ. ആ മൂവിത്ത് എന്ന് പറയുന്ന ആപ്ലിക്കേഷനിൽ നമ്മളുടെ ഒരു സെൽഫ് അക്കൗണ്ട് ഓപ്പൺ ചെയ്തിട്ട് നമ്മുടെ ക്രെഡിറ്റ് കാർഡ് ആഡ് ചെയ്ത് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ മൂവിത്ത് ആപ്ലിക്കേഷൻ വഴി ബസ്സിൽ കയറുമ്പോൾ ബസ്സിലെ ബാർകോഡ് സ്കാൻ ചെയ്ത് നമുക്ക് യാത്ര ചെയ്യാൻ പറ്റും. മാസത്തിൽ ഒരിക്കൽ നമ്മൾ എന്നാണോ യാത്ര ചെയ്ത് തുടങ്ങുന്നത് ആ ഡേറ്റ് തൊട്ട് പിറ്റേ മാസം ആകുമ്പോൾ തന്നെ പൈസ കട്ടാവും. അപ്പോൾ ആ ഒരു കാര്യം കൂടി പറഞ്ഞുതരാം കേട്ടോ. ഈ മൂവിത്ത് എടുക്കുന്നതുകൊണ്ടുള്ള പ്രയോജനം എന്താണെന്നറിയാവോ? ഞാൻ പറഞ്ഞില്ലേ നേരത്തെ, നമ്മുടെ കാർഡിൽ ചിലപ്പോൾ പൈസ ഇല്ലാതെ വരും, കാർഡ് നമ്മൾ എടുക്കാൻ മറന്നു പോകും. അങ്ങനെയൊക്കെ വരുമ്പോൾ ഈ ഒരു ആപ്ലിക്കേഷനിൽ നമ്മൾ ഈ ഒരു അക്കൗണ്ട് ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ എപ്പോൾ വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം. മാസാവസാനം ആകുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ യാത്ര ചെയ്ത് തുടങ്ങുന്ന സമയത്ത് അക്കൗണ്ടിൽ പൈസ ഉണ്ടായിരിക്കണം കേട്ടോ, ക്രെഡിറ്റ് കാർഡിൽ പൈസ ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ പിന്നെ നമ്മുടെ അക്കൗണ്ട് ഒരു ബ്ലോക്ക് ആക്കും. അപ്പം ഇതൊരു എന്താ പറയുക, എല്ലാവരും ചിലർ എന്നോട് ചോദിച്ചിട്ടുണ്ട്, ഇസ്രായേലിലൊക്കെ ബസ്സിൽ കയറുമ്പം ഫോണും കൊണ്ട് പോയി എവിടെയോ പോയി ഫോട്ടോ എടുക്കുന്ന പോലെ എടുത്തിട്ട് കയറിയിരിക്കുന്നുണ്ടല്ലോ, അതെങ്ങനെയാണ് അങ്ങനെ പേ ചെയ്യുന്നതെന്ന്. അപ്പോൾ എല്ലാവർക്കും അത് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഞാനിത് ആപ്ലിക്കേഷൻ സ്ക്രീൻ റെക്കോർഡ് ചെയ്യണമെന്നൊക്കെ വിചാരിച്ചിരുന്നു. പക്ഷേ ഇപ്പോൾ പെട്ടെന്ന് പ്രതീക്ഷിക്കാതെ ഒരു യാത്ര ചെയ്തപ്പോൾ കൂട്ടത്തിൽ ആൾക്കാരുള്ളപ്പം അങ്ങ് എടുത്തേക്കാന്ന് വിചാരിച്ചു. അപ്പോൾ ചോനും എന്നാ ഉണ്ട് വിശേഷം? ഹാപ്പിയാണോ? നമ്മളിന്ന് അടിച്ചു പൊളിക്കും അല്ലേ? ആ, ഞങ്ങളുടെ നിമ്മക്കിളി അവിടെ ഭയങ്കര ബിസിയാണ്, ഫോണിലാണ്. അപ്പം ഞാൻ എൻ്റെ ഫോണിൻ്റെ സ്ക്രീനിൽ ഞാൻ കാണിച്ചു തരാം. ഞാൻ പറഞ്ഞ ആപ്ലിക്കേഷൻ ഇതാണേ, മൂവിത്ത് എന്ന് എഴുതിയിരിക്കുന്നുണ്ട്. ഈ ആപ്ലിക്കേഷനാണ്. നമ്മളത് ഓപ്പൺ ചെയ്യുക. ഇത് ഞാൻ ഓൾറെഡി എൻ്റെ ഫോണിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ട് തന്നെ ഇതിൻ്റെ മെയിൻ പേജാണ് വരുന്നത്. നിങ്ങൾ ആദ്യമായിട്ട് ഡൗൺലോഡ് ചെയ്യുന്നവരാണെങ്കിൽ ഡൗൺലോഡ് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ ഒരു 5 ഡോട്ട്സ് ഉണ്ടോ ഈ മേലെ. ഈ ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കിവിടെ ഒരു പുതിയ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. അവിടെയാണ് നമ്മൾ അക്കൗണ്ട് ഓപ്പൺ ചെയ്യേണ്ടത്. നമ്മുടെ പേര്, മെയിൽ ID, ഫോൺ നമ്പർ, പിന്നെ ക്രെഡിറ്റ് കാർഡിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം കൊടുത്ത് വേണം ചെയ്യാൻ. ഞാനിത് ഓൾറെഡി ചെയ്തിരിക്കുന്നതായതുകൊണ്ട് ഇവിടെ മൈ അക്കൗണ്ട് എന്നുള്ളത് ഓൾറെഡി എൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ഇവിടെ ഉണ്ട്. അപ്പം നമ്മൾ ആ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞ് ക്രെഡിറ്റ് കാർഡും കൊടുത്ത് ആഡ് ചെയ്ത് കഴിയുമ്പോൾ പിന്നീട് നമ്മൾ ഈ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പം പേ ഫോർ എ ന്യൂ റൈഡ് എന്ന് കാണിക്കും. അവിടെ നമ്മൾ സ്റ്റാർട്ട് കൊടുക്കുക. അന്നേരം ഇവിടെ ഒരു ഓപ്ഷനുണ്ട്, ബസ് റൈഡാണോ, ലൈറ്റ് റെയിൽ റൈഡാണോ, ഇസ്രായേൽ റെയിൽവേ ആണോ, അങ്ങനെ ഓരോ ഓപ്ഷനുണ്ട്. ഞാൻ ബസ്സിലാണ്, അപ്പോൾ എനിക്ക് ബസ്സിനാണ് പേ ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ നമുക്ക് ഈ ബാർകോഡ് സ്കാൻ ചെയ്യാനുള്ള ഓപ്ഷൻ വരും. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ ബസ്സിനകത്ത് കയറുമ്പം ബസ്സിൻ്റെ ഡോറയിലും ബസ്സിൻ്റെ ഉള്ളിലും നമ്മൾ യാത്ര ചെയ്യുന്ന ബസ്സിൻ്റെ ബാർകോഡുണ്ട്, അത് പോയി നമ്മൾ സ്കാൻ ചെയ്യണം. ഇതാണ് ബാർകോഡ്. നമ്മൾ ചെയ്തു. അപ്പോൾ നമ്മളിപ്പോൾ കയറിയിരിക്കുന്ന ബസ്സിൻ്റെ നോർമൽ ചാർജ് വെച്ചിട്ട് ഓൾറെഡി 8 ഷെക്കലാണ് പേ ചെയ്യേണ്ടത്. പേ ഫോർ എ റൈഡ് എന്ന് കാണിക്കും. നമ്മൾ അതിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇനി നമുക്ക് ചെക്കർ ഇവിടെ കയറുമ്പം ചെക്ക് ചെയ്യാൻ വരുമല്ലോ, നമ്മുടെ കാർഡ് ചെക്ക് ചെയ്യാൻ വരുമ്പം ഈ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. വ്യൂ ടിക്കറ്റ് എന്നുണ്ട്, അത് തുറക്കുമ്പോൾ നമ്മുടെ ബാർകോഡ് ഇവിടെ കാണും. അവരുടെ മെഷീനിൽ വെച്ച് അവരത് സ്കാൻ ചെയ്യും. അങ്ങനെ ഞങ്ങൾ ലേവ് ഹമിഫ്രാസ് ബസ് സ്റ്റേഷനിൽ എത്തി. നമുക്ക് ഇവിടുന്ന് ട്രെയിൻ കയറണം നഹാരിക്ക്. ഇസ്രായേലിൻ്റെ ഉള്ളിൽ ഇപ്പോൾ യാത്ര ചെയ്യുമ്പോൾ
എൻ്റെ മനസ്സിലേക്ക് കടന്നു വരുന്ന ഒരൊറ്റ ചിന്ത മാത്രമേ ഉള്ളൂ. ഓരോ സ്ഥലങ്ങളിൽ കൂടെ പോകുമ്പോഴും 15 വർഷം മുമ്പ് ഞാൻ ഇസ്രായേലിൽ വന്ന ആ ഒരു സമയത്തെ ഇസ്രായേലും ഇപ്പോഴത്തെ ഇസ്രായേലും തമ്മിലുള്ള ആ ഒരു പുരോഗമനം, നമ്മുടെ നാടൊക്കെ എന്നിങ്ങനെയാവും ഇത്ര ചുരുങ്ങിയ സമയം കൊണ്ട് എന്നുള്ളത് മാത്രമാണ് കേട്ടോ. സ്റ്റേഷൻ്റെ ഫ്ലോറാണിത്. ഇതിൻ്റെ തൊട്ട് മേലെയാണ് റെയിൽവേ സ്റ്റേഷൻ. അവിടെ പോയിട്ട് വേണം നമുക്ക് ട്രെയിൻ എടുക്കാൻ. ഞാനിതൊക്കെ പറയുന്നതേ പുതിയ ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. ഇവിടെ ഒത്തിരി നാളായിട്ടുള്ളവർക്കൊക്കെ എല്ലാം അറിയാം. നമ്മൾ ലെവഫ്രാച്ച് വന്ന് ഇറങ്ങിയതിന് ശേഷം വേറെ സ്ഥലത്തേക്ക് ബസ്സിനാണ് യാത്ര ചെയ്യണമെങ്കിൽ നമ്മൾ വീണ്ടും ഇവിടെ ചെക്കിങ് ചെയ്ത് ഇതിൻ്റെ ഉള്ളിലേക്ക് കയറുമ്പോഴാണ് നമുക്ക് വേറെ ബസ്സുള്ളത്. പിന്നെ മെട്രോണിത്ത് എടുത്ത് പോകുന്നവരാണെങ്കിൽ ഇതിൻ്റെ വെളിയിൽ നിന്നാൽ മതി. മെട്രോണിത്ത് എന്ന് പറഞ്ഞാൽ നമ്മുടെ ലോങ് ബസ് പോലത്തെ ഒരു സംഭവമുണ്ട്. അതിന് പോകാനാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിന് വെളിയിൽ നിന്ന് തന്നെ കിട്ടും. അപ്പോൾ ഞങ്ങൾക്കിപ്പോൾ ട്രെയിനാണ് വേണ്ടത്. ട്രെയിന് പോകാനായിട്ട് നമ്മൾ ഫസ്റ്റ് ഫ്ലോറിലേക്ക് കയറണം. ശരിക്കും പറഞ്ഞാൽ ഞങ്ങളുടെ ഈ ഗാങ്ങിൽ ഇനി ഒരാളും കൂടെ വേണ്ടതായിരുന്നു. ഞങ്ങളുടെ ജിൻഡോ അവൻ്റെ ജോലിയിൽ നിന്ന് ലീവ് എടുക്കാൻ പറ്റാത്തൊരു സാഹചര്യം ആയതുകൊണ്ട് അവൻ മാത്രം ഞങ്ങളുടെ കൂടെ ഇല്ല. അവനെ ഞങ്ങൾക്ക് ഈ ട്രിപ്പിൽ ഒത്തിരി മിസ് ചെയ്യും. ചോനു നിമ്മോ പൊളിച്ച് അപ്പോൾ നമ്മൾ ഓൾറെഡി ബസ്സിൻ്റെ ഉള്ളിൽ നമ്മൾ പേ ചെയ്തല്ലോ. ഇനി അടുത്ത ട്രെയിന് കയറണം. അപ്പോൾ ട്രെയിന് പേ ചെയ്യാൻ പോവാണ് ഞാൻ. സെയിം നമ്മൾ നേരത്തെ എടുത്ത പോലെ തന്നെ മൂവ് വിത്ത് ആപ്ലിക്കേഷൻ എടുക്കുക. ഈ പേ ഫോർ ന്യൂ റൈഡ് എന്നുള്ളത് സ്റ്റാർട്ട് ചെയ്തു. അവിടെ ഇനി എനിക്ക് ട്രെയിനാണ് കയറേണ്ടത്. അപ്പോൾ ഇസ്രായേൽ റെയിൽവേസ് റൈഡ് എന്നുള്ളതുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്യുമ്പം ബൈ എ ടിക്കറ്റ് കാണിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് വ്യൂ ട്രെയിൻ ഷെഡ്യൂൾ കാണിക്കും. എനിക്കിപ്പോൾ പോകേണ്ടത് നഹാരിക്കാണ് പോകേണ്ടത്. നഹാരിയ. അപ്പോൾ നമ്മുടെ ട്രെയിൻ എത്ര മണിക്കാന്ന് പറഞ്ഞ്? ഓക്കെ, ഏറ്റവും ലാസ്റ്റ് സ്റ്റോപ്പാണ് നഹാരിയ റെയിൽവേ സ്റ്റേഷൻ. അത് ഞാൻ ചൂസ് ചെയ്തു. ഇനി പേ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് വ്യൂ എൻട്രൻസ്. ഓക്കെ, ഇനി നമുക്കിത് ഈ QR ഇത് സ്കാൻ ചെയ്യാനായിട്ട് ഇത് കണ്ടോ, ഈ ഒരു ക്യാമറ പോലത്തെ സംഭവം കണ്ടോ, ഇവിടേക്ക് നമ്മൾ ഇതിങ്ങനെ ഡോറ് തുറക്കുന്ന കാണിച്ച് അന്നേരം നമുക്ക് ഡോറ് തുറന്ന് കിട്ടും. ഓൾറെഡി എൻ്റെ ടിക്കറ്റ് സ്കാൻഡായി. ഓക്കെ, താഴെ നിന്ന് ചോനുവും നിമ്മുവും എന്നെ ട്രോളാനുള്ള വീഡിയോ എടുക്കുന്നുണ്ട്. എന്നെ ട്രോളാനുള്ളത് കിട്ടിയാ? ചോനുവിന്റെ ബർത്ത്ഡേ അല്ലേ അടുത്ത മാസം? ഇവിടെ റെയിൽവേ സ്റ്റേഷനിൽ പല തരത്തിലുള്ള ആൾക്കാരെ നിങ്ങൾ കാണുന്നുണ്ടാവും. ജൂയിഷായിട്ടുള്ള വ്യക്തികൾ എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലോ. ഈ ഓർത്തഡോക്സ് വിശ്വാസികളായിട്ടുള്ള ജൂതന്മാരാണ്. പലതരത്തിലുള്ള തൊപ്പി, പലതരത്തിലുള്ള മുടി സ്റ്റൈൽ ഒക്കെ നിങ്ങൾക്ക് കാണാം ആൾക്കാരിൽ. ഈ എന്താ പറയുക, റിലീജിയസ് ആയിട്ടുള്ള ഷൈനുവിൻ്റെ മുന്തിരിയാണ് മുന്തിരി. തിന്ന് ഇത് കണ്ട പിള്ളേരുടെയൊക്കെ ചെവിയുടെ സൈഡിൽ കൂടെയൊക്കെ മുടിയൊക്കെ കെട്ടിയിട്ടിരിക്കുന്നുണ്ടോ? അത് അവരുടെ ഒരു വിശ്വാസത്തിൻ്റെ ഭാഗമാണ് കേട്ടോ. അതിങ്ങനെ നീട്ടി വളർത്തും സൈഡിൽ കൂടെ. ഈ തൊപ്പി വെച്ചിരിക്കുന്നതൊക്കെ ഓർത്തഡോക്സ് വിശ്വാസികളായിട്ടുള്ള ജൂതന്മാരാണ്. നാട്ടിലുള്ളവർക്ക് വേണ്ടി പറയുന്ന കേട്ടോ. ഇവിടെയുള്ളവർ പറയല്ലോ ഇതൊക്കെ ഞങ്ങൾക്ക് അറിയാവുന്നതാണെന്ന് പറയല്ലേ, നാട്ടിലുള്ളവർക്ക് വേണ്ടിയാണേ. അങ്ങനെ ചോനും നിമ്മുവും പയ്യെ തീറ്റയൊക്കെ തുടങ്ങിയിട്ടുണ്ട്. പരിപാടി കയറിക്കോ, നിങ്ങൾ കയറിക്കോ, ഞാൻ പറയാം കയറിക്കോളാം.
ഇരുന്നു. അങ്ങനെ ഞങ്ങൾ ട്രെയിനിൽ കയറി. സീറ്റൊക്കെ കിട്ടിയിട്ടുണ്ട്. നല്ല വെയിലും നല്ല ചൂട് അല്ലേ? പൊളിച്ച്. നിമോ എങ്ങനെയുണ്ട് ചൂട്? ഇപ്പൊ എ സി ഇല്ലേ? ഇപ്പൊ തണുപ്പായല്ലേ? ഹലോ ഗൈസ്, എന്നെയും ജോനുവിനെയും കൂടെ കാണുമ്പോൾ എല്ലാവരും പറയും ഞങ്ങൾ തമ്മിൽ ഭയങ്കര ഷേപ്പാണ്. ഞാനിപ്പോൾ ഇച്ചിരി തടിയൊക്കെ വെച്ച് ചബ്ബിയായപ്പോഴേക്കും ഷേപ്പ് ഇച്ചിരി മാറിയിട്ടുണ്ട്. നേരത്തെ ഞങ്ങൾ രണ്ടുപേരും ഒരേപോലെയായിരുന്നു. ഇപ്പോഴും ഏകദേശം, എന്നാൽ എന്തൊക്കെയോ ഒരു ജായകാച്ചിലൊക്കെ ഇല്ലേ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ കേട്ടോ, നിങ്ങൾക്ക് എങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ. നിമ്മൂന് കുശുമ്പ്. ഞങ്ങളുടെ കൂടെ ഒരു 2 ഫ്രണ്ട്സും കൂടെ ജോയിൻ ചെയ്യുന്നുണ്ട്. അവരിവിടുന്ന് വേറൊരു സ്റ്റേഷനിൽ നിന്ന് ട്രെയിനിൽ കയറിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ഈ യാത്ര ഇങ്ങനെ പ്ലാൻ ചെയ്തപ്പം നമ്മുടെ സോഫി ഇന്നലെ അതിനുവേണ്ടി സ്പെഷ്യലായിട്ട് പോയി. ഞങ്ങൾക്ക് 4 പേർക്ക് ഒരേപോലത്തെ ടീഷർട്ടൊക്കെ മേടിച്ച് തൊപ്പിയൊക്കെ മേടിച്ചിട്ടുണ്ട്. അവൾ ഓൾറെഡി അത് ഇട്ടുകൊണ്ടൊക്കെയാണ് വന്നിരിക്കുന്നത്. ഇപ്പോഴത്തെ ഒരു ട്രെൻഡാണല്ലോ ഒരുമിച്ച് ഫ്രണ്ട്സ് പോകുമ്പോൾ എല്ലാവരും യൂണിഫോമിൽ പോകുക എന്നുള്ളത്. എന്തിനാണെന്നറിയാവോ? ഒരാളെക്കാട്ടും നല്ല ഡ്രസ്സ് വേറൊരാൾ ഇടാൻ പാടില്ല. എല്ലാവരും ഒരേ കോലത്തിലാവാൻ ഞങ്ങൾ ഡ്രസ്സ് മാറാൻ പോവാണ്. എടുത്തു കൊടുക്കടി ടീഷർട്ട്, തൊപ്പി. ഇതിപ്പോൾ നാട്ടിൽ ഏതോ ഒരു യൂണിയന്റെ കളർ പോലെയൊക്കെ ഉണ്ട്. മോനെ, എമ്പടെ മോനെ സണ്ണിക്കുട്ട. ഞങ്ങളെ 4 പേരെയും കൂടെ ഒരു ദിവസം ഒന്ന് സഹിക്കണം സണ്ണിക്കുട്ടൻ. അതെ, ഞാനാ കാര്യമില്ല. ഞങ്ങളുടെ യെസ് നോട്ട് ആൽഫ്രഡ്, അൽഫോ. ഇനി നഹാരിയിൽ നിന്ന് ഞങ്ങളുടെ കൂടെ ഒരു ഫ്രണ്ടും കൂടെ ജോയിൻ ചെയ്യുന്നുണ്ട്. അവനെ ഇപ്പോഴേ ഞങ്ങൾ ട്രോളാൻ തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ കൂടെയുള്ള സോഫി ഉണ്ടല്ലോ, സോഫി ആക്ച്വലി തമിഴ്നാട്ടിൽ നിന്നാണ്. പക്ഷെ നല്ല സുന്ദരമായിട്ട് മലയാളം പറയും. നമ്മളെക്കാട്ടി നന്നായിട്ട് മലയാളം പറയും. നമ്മളവളെ കളിയാക്കാൻ ചില സമയത്തൊക്കെ കളിയാക്കുമെങ്കിലും കുഴപ്പമില്ല. സോഫിയെ കല്ലി എന്ന് വിളിച്ച കല്ലി എന്നാടി കല്ലി ഒന്ന് മലയാളത്തിൽ സംസാരിച്ച്. നമ്മളിപ്പോ എവിടാ പോകുന്നത്? റോഷനിക്രയ്ക്ക് പോവാണ്. എന്താണ്? പിന്നല്ല. അങ്ങനെ ഞങ്ങൾ നഹാരിയയിൽ എത്തിയിരിക്കുകയാണ്. 20 മിനിറ്റ് എടുക്കുന്നോ? നമുക്ക് ടീഷർട്ട് മാറി ഒരുങ്ങാനുള്ള സമയം വേണമല്ലോ. അത് എടി കല്ലികളേ. സോഫി നല്ലൊരു ഡാൻസറാണ്. പിന്നെ എൻ്റെ ഒരു ഹീബ്രു സ്റ്റുഡൻ്റ് ആണ്. നന്നായിട്ട് പഠിക്കുന്ന ഒരു സ്റ്റുഡൻ്റ് ആണ്. നല്ല അടിപൊളിയായിട്ട് ചിക്കൻ 65 ഉണ്ടാക്കും. നമ്മൾ വന്ന ട്രെയിനാണേത്. നമുക്ക് ഈ റെയിൽവേ സ്റ്റേഷന് വെളിയിലേക്ക് ഇറങ്ങണം. സോനിന് പേടിയാണോ സണ്ണി? നമ്മൾ നേരത്തെ എൻ്റെ ഫോണിൽ മൂവിത്ത് ആപ്ലിക്കേഷനിൽ നമ്മൾ സ്കാൻ ചെയ്യുന്ന കാണിച്ചല്ലോ. ഇതിപ്പോൾ സാധാരണ റാഫ്കാവാണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ ഇത് അതേപോലെ തന്നെയാണ്. മൂവിത്ത് ഉപയോഗിക്കുമ്പോൾ നമ്മൾ ഈ ക്യാമറയിലാണ് സ്കാൻ ചെയ്യുന്നത്. റാഫ്കാവ് കാർഡ് ഉപയോഗിക്കുന്നവർ ഇവിടെയാണ് സ്കാൻ ചെയ്യുന്നത്. അപ്പോൾ അത് കാണിച്ചു തരാം. അത് സ്കാൻ ചെയ്യുമ്പോഴാണ് ഡോർ തുറക്കുന്നത്. വെച്ചോടി. അന്നേരം ഡോർ തുറക്കും. ഓക്കെ, ഗോ സണ്ണി. ഓക്കെ, സ്കാൻ ചെയ്താണ് ഉപയോഗിക്കേണ്ടത്. എപ്പോഴും കാർഡിൽ പൈസ ഉണ്ടാവണം. കാർഡ് ഉപയോഗിക്കുന്നവരാണെങ്കിൽ കാർഡിൽ പൈസ ഉണ്ടാക്കണം. മൂവിത്ത് ആപ്ലിക്കേഷനാണ് ഉപയോഗിക്കുന്നതെങ്കിൽ നമുക്ക് അപ്പോൾ നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും. അങ്ങനെ ഞങ്ങൾ നഹാരിയയിൽ
റെയിൽവേ സ്റ്റേഷനിൽ വന്നിറങ്ങി യൂണിഫോം ഒക്കെ ഇട്ടു, ഒരേ കളറിലെ തൊപ്പിയൊക്കെ ഉണ്ട്. ഞങ്ങളിനി ഇവിടുന്ന് നമ്മളുടെ വിനോദയാത്ര ആരംഭിക്കുകയാണ്. ഇവിടുന്ന് നമുക്കിനി ടാക്സി എടുത്ത് വേണം പോകാൻ. ലെബനോൻ്റെ ബോർഡറിലേക്കാണ് നമ്മൾ പോകുന്നത്. മെഡിറ്ററേനിയൻ സീയോട് ചേർന്നുള്ള ലെബനോനുമായിട്ട് നമ്മുടെ ഇസ്രായേൽ ബോർഡർ ഷെയർ ചെയ്യുന്ന ഒരു സ്ഥലമാണ്. ഒരു കാലത്ത് ഇസ്രായേലിൽ നിന്ന് ലെബനോനിലേക്ക് ട്രെയിൻ സർവീസൊക്കെ ഉണ്ടായിരുന്ന ട്രെയിൻ പാളമൊക്കെ നമുക്ക് കാണാം. അതായത് ലെബനോൻ രാജ്യത്തിൻ്റെ തൊട്ടടുത്ത് വരെ നമ്മൾ എത്തും. പിന്നെ സീ ബോർഡറിലുള്ള കുറച്ച് കേവ്സ്, അതിൻ്റെ കാഴ്ചകൾ, കടലും കരയും ഒരുമിച്ച് ചുംബിക്കുന്ന കാഴ്ച, ഇതൊക്കെ കാണിച്ചു തരാം. അപ്പം നമുക്ക് പോവാം. അങ്ങനെ ഞങ്ങളുടെ കമ്പനിയിലെ ലാസ്റ്റ് അംഗവും എത്തിയിരിക്കുകയാണ്. ഇത് ആൽഫ്രഡ്, ഞങ്ങളുടെ ചങ്കാണ്. ചങ്ക, എന്നാണ്ട് വിശേഷം? യൂട്യൂബിൽ നിന്ന് കേട്ടത് ആൽഫ്രഡ് ഞെട്ടിപ്പോയി. എന്താണ് ആൽഫ യൂട്യൂബിന് ഇത്ര പേടി? പിന്നല്ല, നമ്മളുടെ അടുത്ത് യൂട്യൂബിന് എന്നെയാണ് പേടിയെന്നാണോ? എന്നാ ശരി, വിടാം, സമയം പോന്നു. ബാ, കമാൺ. നാട്ടിലൊക്കെ എന്തോ സമരത്തിന് പോകുന്ന പോലെ ഉണ്ടല്ലേ. ഒരു ടാക്സി വലിയ ഇതൊന്നുമില്ല, ഒരു ടാക്സി വിളിക്കാൻ പോവാ. പോക്ക് കണ്ടു കഴിഞ്ഞാൽ സമരത്തിന് പോകുന്ന പോലെയാ. അങ്ങനെ നമ്മളുടെ ഇപ്പോൾ ടാക്സി വിളിക്കുകയാണ്. כמה לכיוון אחד עד לראש הנקרה? ראש הנקרה 70 שקל, אז אנחנו צריכים שניים. 70 שקל. ഓക്കെ, תודה רבה. അങ്ങനെ ഞങ്ങൾ 70 ഷെക്കൽ പറഞ്ഞുറപ്പിച്ച് 2 ടാക്സി എടുത്ത് ഞങ്ങൾ പോകാൻ പോവാണ്. കയറിക്കോളൂ മക്കളെ, അവിടെ കയറി, 3 പേര് ഇവിടെ കയറി. അത് വേണ്ട. שלום, מה שלומך? צ'נה? נימוי? אതെ. מה שלומך? איך קוראים לך? הודו טוב. תודה. חמודי. אתה מאיפה? אני יודעת, אבל כאילו, מנהריה? אוקיי. פעם ראשונה הם הולכים לראש הנקרה. ומאיפה אתם? כאילו, הכוונה מישראל? אנחנו שלושתנו מקריית טבעון, היה מחיפה, ואחד מנהריה גם. הוא המדריך שלנו. זהו. എന്നാണ് നിങ്ങൾ മിണ്ടാതിരിക്കുന്നത്? അതേന്നെ, എന്നെ കണ്ട എപ്പോഴും എല്ലാരും ചോദിക്കൂടി ശ്രീലങ്കയാണോ? הם גם ראש הנקרה? כן, כולנו, אנחנו באנו לעשות טיול. അങ്ങനെ ഡ്രൈവറുമായി കുറേ വർത്തമാനങ്ങളൊക്കെ പറഞ്ഞ് നഹാരിയുടെ വിശേഷങ്ങൾ, റോഷനിക്രയുടെ വിശേഷങ്ങൾ, റോഷനിക്രയോട് ചേർന്നുള്ള കിബൂത്സുകളുടെ വിശേഷങ്ങളൊക്കെ പറഞ്ഞു കേട്ട് ഞങ്ങളിങ്ങനെ യാത്ര പോവുകയാണ്. നമ്മൾ കേരളം വിട്ട്, ഇന്ത്യ വിട്ട് മറ്റ് രാജ്യങ്ങളിലായിരിക്കുമ്പോൾ ആ രാജ്യങ്ങൾ മറ്റ് രാജ്യങ്ങളുമായിട്ട് ബോർഡർ ഷെയർ ചെയ്യുന്ന ആ ഒരു സ്ഥലം വരെ എത്തുക എന്നൊക്കെ പറയുന്നത് ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഇപ്പം ഞങ്ങൾ പോകുന്നത് ഇസ്രായേലും ലെബനോനും കൂടി, ലെബനോൻ എന്ന് പറയുന്നൊരു രാജ്യവും കൂടി ഒരുമിച്ച് ബോർഡർ ഷെയർ ചെയ്യുന്ന ഒരു സ്ഥലത്തേക്കാണ്. അപ്പോൾ ഒരു നാടിൻ്റെ ആ ഒരു എൻഡിലേക്കാണ് നമ്മൾ എത്തുന്നത് എന്നുള്ള ആ ഒരു ചിന്ത തന്നെ നമ്മളിലേക്ക് ഭയങ്കര ഒരു എക്സൈറ്റ്മെൻറ്റ് കൊണ്ടുവരും. ഇവിടെ നമുക്കൊരു എൻട്രി ഫീസ് ഉണ്ട്. ഇതൊരു എന്താ പറയുക, 50 ഷെക്കലിന് അടുത്ത് പെർ ഹെഡ് എൻട്രി ഫീസ് ഉണ്ട്. നമ്മളിവിടെ എൻട്രി എടുക്കണം ആദ്യമേ, അത് കഴിഞ്ഞിട്ട് വേണം പോവാൻ. ഇതേ ദൂരേന്നൊരു ഫെൻസ് കാണുന്നുണ്ടോ നിങ്ങൾ? ആ ഫെൻസ് ശരിക്കും ഇസ്രായേലും ലെബനോനും കൂടെയുള്ള ബോർഡറാണ്. ആ ഫെൻസിൻ്റെ അങ്ങേ സൈഡ് തൊട്ട് ലെബനോനാണ്. ഇവിടുന്ന് അങ്ങോട്ടും അവിടുന്ന് ഇങ്ങോട്ടും പ്രവേശനമില്ല. ഈ ഫെൻസിലാണ് നമ്മൾ ഈ യുദ്ധത്തിൻ്റെ സമയത്ത്, ഒക്ടോബർ 7 തൊട്ട് യുദ്ധം തുടങ്ങിയ സമയത്ത്, ഹിസ്ബുള്ളയുടെ ആക്രമണം തുടങ്ങിയ സമയത്ത് ഈ ഫെൻസ് കടന്നാണ് ഇങ്ങോട്ടേക്ക് ആൾക്കാർ കടക്കാൻ നോക്കിയപ്പോൾ ഇസ്രായേൽ പോലീസ്, ഇസ്രായേൽ ആർമി കുറച്ച് പേരെ അറസ്റ്റ് ചെയ്തതും
വെടിവെച്ചതുമൊക്കെ ആ ഫെൻസ് കടക്കാൻ ശ്രമിച്ചപ്പോഴാണ്. അപ്പം ഇവിടെ ഒരു എന്താ പറയുക, ഈ ഏരിയ ഫുള്ള് നിരീക്ഷണ ക്യാമറകളൊക്കെ ഉണ്ട്. വളരെ എന്താ പറയുക, സെക്യൂർഡായിട്ട് സൂക്ഷിക്കുന്ന ഒരു ബോർഡർ പ്രദേശമാണ്. തീർച്ചയായിട്ടും അറിയാമല്ലോ, ലെബനോനും ഇസ്രായേലും കൂടി ബോർഡർ പങ്കുവയ്ക്കുന്ന ഒരു ഭാഗം എന്ന് പറയുമ്പോൾ അതിന് അതിൻ്റെതായ സേഫ്റ്റിയും സെക്യൂരിറ്റിയും വേണമല്ലോ. ഈ കാണുന്നത് മെഡിറ്ററേനിയൻ സീ ആണ്. ഈ സീയിൽ താഴേക്കാണ് നമ്മൾ ഇറങ്ങി പോകാൻ പോകുന്നത്. ഒരു കേബിൾ കാറിലാണ് നമ്മൾ താഴേക്ക് പോകുന്നത്. താഴെ ചെന്ന് കഴിയുമ്പോൾ നമുക്ക് ഈ കാഴ്ചകളെല്ലാം വളരെ അടുത്ത് തന്നെ കാണാം. ഇതിനുള്ളിൽ കുറച്ച് കേവുകളൊക്കെ ഉണ്ട്, നാച്ചുറൽ കേവുകൾ, അതൊക്കെ നമുക്ക് കാണാം. ശരിക്കും ഹൈഫ സിറ്റിയിൽ നിന്ന് ഇങ്ങോട്ടേക്ക് ബോട്ട് റൈഡൊക്കെ ഉണ്ട്. നമ്മുടെ ഈ ഷിപ്പ് റൈഡ് പോലത്തെ റൈഡുകളൊക്കെ ഉണ്ട് ഈ കടൽ മാർഗം ഇങ്ങോട്ട് ഇവിടം വരെ വരുന്ന രീതിയിൽ. അങ്ങനെ പോകുമ്പോൾ നമ്മൾ ഈ സീയിൽ ലെബനോനുമായിട്ട് ബോർഡർ ഷെയർ ചെയ്യുന്ന ആ സൈഡ്, ആ തൊട്ടടുത്ത് വരെ നമ്മളെ കൊണ്ടുപോയി കാണിക്കുകയൊക്കെ ചെയ്യും. അങ്ങനെയുള്ള റൈഡുകളൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ ഇസ്രായേലിൽ ജോലി ചെയ്യുന്നവർക്ക് അങ്ങനെയുള്ള റൈഡൊക്കെ പോകാൻ താല്പര്യമുള്ളവർക്ക് വളരെ എൻജോയബിൾ ആയിട്ടുള്ളൊരു ട്രിപ്പൊക്കെയാണ് അതൊക്കെ. ഞങ്ങൾ അടുത്ത ട്രിപ്പ് അതിന് പോകണമെന്നാണ് വിചാരിക്കുന്നത്. അതിന് പോവുകയാണെങ്കിൽ അതിൻ്റെ കാഴ്ചകൾ കാണിക്കാം കേട്ടോ. അങ്ങനെ നമ്മുടെ രണ്ടാമത്തെ ടാക്സിയും എത്തിച്ചേർന്നിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഇതന്നെ ഇത് ക്ലോസ് ചെയ്തിരിക്കുന്നത്. എപ്പോഴാണ് തുറക്കുന്നത്? ടൈമിങ് നോക്കിയടി, ടൈമിങ് എപ്പോൾ തുറക്കും? ക്ലോസ് ആടാ, തുറന്നില്ലടാ, ക്ലോസ് ആടാ. വളരെ പ്രതീക്ഷയോടുകൂടി വന്ന ഞങ്ങളെ അതിസാഹസികമായി റോഷനിക്രക്കാർ പറ്റിച്ചു. മൊത്തത്തിൽ കിളിപോയ ഹോദുകൾ. ഡ്രൈവറിന്റെ ഒപ്പം കയറാൻ ശ്രമിക്കുന്ന ഹോദുവിൽ നിന്നുള്ള തീർത്ഥാടകരെയാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ഞാൻ ഇവിടുന്നാന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു അപ്പുറത്തോടെയാന്ന് പറഞ്ഞിട്ട് ദേ കയറിപ്പോകുന്നു. നമ്മുടെ കേബിൾ കാറ് നിലവിൽ വർക്കിംഗ് അല്ല, അതുകൊണ്ട് ബസ്സിലാണ് നമ്മളെ കൊണ്ടുപോകുന്നത് താഴേക്ക് പോവാന്. ചലോ. അങ്ങനെ കേബിൾ കാറിൽ കയറാൻ വന്ന സുഹൃത്തുക്കൾ ബസ്സിന് കയറി സമാധാനിക്കുന്ന കാഴ്ചയാണ് സുഹൃത്തുക്കളെ. 3G അങ്ങനെ പറയുന്നല്ലേ നല്ലത്. 3G ആയിരിക്കുന്ന ഹോദുക്കൾ. സാരമില്ല, കേബിൾ കാറല്ലേ. അങ്ങനെ കേബിൾ കാറ് കയറുന്നതിന് പകരം ബസ്സിൽ ഞാൻ നേരത്തെ കാണിച്ച ആ കടലിൽ താഴെ കുറച്ച് കേവ് ഉണ്ട്, അവിടേക്ക് പോവുകയാണ്. ഓക്കെ, ഇപ്പോൾ ഇസ്രായേലിൽ നിന്ന് ടൂറൊക്കെ അറേഞ്ച് ചെയ്യുന്നവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതൊരു ഇൻഫർമേഷൻ ആയിട്ടും കൂടി എടുത്തേക്കുക. നിലവിൽ റോഷനിക്രയിൽ കേബിൾ കാർ ഇല്ല. ഓക്കെ, അങ്ങനെ ഞങ്ങൾ വെള്ളത്തിനടിയിലേക്ക് ഇരിക്കും. വെള്ളത്തിനടിയിലല്ല, കടലിന്റെ തൊട്ടടിയിലേക്ക് പോവുകയാണ്. സുഹൃത്തുക്കളെ പോവുകയാണ്. എനിക്ക് ആ മുന്നിൽ നിൽക്കാൻ സൗകര്യം പറ്റുമോ? പൊന്ന് ചേട്ടന്മാരെ, വെൽക്കം ടു റോഷനിക്ര. അങ്ങോട്ടോടെ പോവാ. ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഇവിടത്തേക്ക് ബസ്സിൽ വന്നിറങ്ങുന്നത്. ആദ്യമായിട്ടാണേ. ഇവിടുത്തെ പാറകളുടെയൊക്കെ കളറിൻ്റെ ഒക്കെ വിശേഷം നോക്കണേ. ഇപ്പം നമ്മൾ കയറാൻ പോകുന്നത്, പിള്ളേരെ സുഹൃത്തുക്കളെ, നമ്മളിപ്പോൾ കയറാൻ പോകുന്നത് ഒരു സമയത്ത് ഇസ്രായേലിൽ നിന്ന് ലെബനോനിലേക്ക് ട്രെയിൻ ഉണ്ടായിരുന്ന ഒരു സമയം ഉണ്ടായിരുന്നു. അതായത് ഡമാസ്കസിലേക്ക് ട്രെയിൻ ഉണ്ടായിരുന്നു. ആ ട്രെയിൻ പാളത്തിൻ്റെ അവശിഷ്ടങ്ങൾ മ്യൂസിയമായിട്ട് സൂക്ഷിച്ചിരിക്കുന്നതാണ് കേട്ടോ.
വണ്ടി കൊടുക്കുക ടിക്കറ്റ്. എൻ്റെ ആൽഫിൻ്റെ കൂടെ ഒരുമിച്ച് നിൽക്കും നിങ്ങൾ. സൂക്ഷിച്ചു വെച്ചോ. വാവ്, നമ്മളിപ്പോ എവിടെയാ? ഉത്സവപ്പറമ്പിലെത്തിയ കൊച്ചുകുട്ടികളെ പോലെ. എന്നാ ചോദിച്ചു ഒരു എനർജി ഇല്ലാത്ത ആൽഫുവേ, എന്നാ ഒരു എനർജി ഇല്ലാത്ത നമ്മുടെ പിള്ളേർക്ക്? ഇതുണ്ടല്ലോ, ഇത് റെയിൽവേ ട്രാക്കായിരുന്നു കേട്ടോ, റെയിൽവേ പാളമായിരുന്നു. കാണാം. ഈ കല്ലൊക്കെ ഒറിജിനൽ കല്ല കേട്ടോ. ഇതുപോലെയുള്ള കേവുകളൊക്കെയാണ് നമ്മളിപ്പോൾ ഇതിനകത്ത് കാണാൻ പോകുന്നത്. പിള്ളേരെ, കേബിൾക്കാരനാ വന്നിരുന്നെങ്കിൽ നമ്മൾ ഇവിടെ വന്നിറങ്ങും, മനസ്സിലായോ? അവിടെ നിന്ന് ഇങ്ങനെ വന്ന് ഇവിടെ ഇറങ്ങിയിട്ടാണ്. രണ്ട് മിനിറ്റ് പോലും ഇല്ല. ഇനിയിപ്പോൾ നമ്മൾ ഇതിനകത്തൊരു നാച്ചുറൽ കേവുകളിലേക്കാണ് കയറുന്നത്. ഇവിടെ കയറണം ആദ്യം. നമ്മള് റോഷനിക്കറിലെ ഏറ്റവും മനോഹരമായ കാഴ്ചകളിലേക്കാണ് കയറുന്നത്. ഇറക്കിയ പിള്ളേരെ, ഇത് കടലിനോട് ചേർന്നുള്ള നാച്ചുറൽ ആയിട്ടുള്ള കേവുകളാണ് കേട്ടോ. അങ്ങോട്ട് ഇറങ്ങി നിന്ന് ഫോട്ടോ എടുക്ക് അവിടെ നിന്ന്. അവരിങ്ങോട്ട് കയറി കഴിയുമ്പോൾ എടുത്താൽ മതി. തിര കുറവാണല്ലോ. സാധാരണ ഇവിടെ മഴക്കാലത്തൊക്കെ വരുവാണെങ്കിൽ നല്ല തിരയാ, വെള്ളം ഇവിടം വരെ കയറി വരുവേ. ചേട്ടന്മാരെ ചേച്ചിമാരെ ഒന്ന് കയറാവോ? ഞങ്ങൾക്കൊരു ഫോട്ടോ എടുക്കാനാണ്. ഇപ്പൊ ചൂട് കുറഞ്ഞില്ലേ? ആ അമ്മച്ചിയോട് ഇങ്ങോട്ട് കയറ്റി വിട്ടേ. അതെല്ലാവർക്കും എന്തോ ഒരു കറക്കം പോലെ. അറിയോ ഓക്കെ? ഭൂമിക്ക് മൊത്തത്തിലൊരു കറക്കമാണ്.
നോക്കിക്കേ. നമ്മളങ്ങനെ ഏകദേശം എല്ലാ കേവുകളും കണ്ടു കഴിഞ്ഞു. ഈ കേവുകളെല്ലാം ഉണ്ടായിരുന്ന ആ ഒരു ഉൾവശം നമ്മളിപ്പോൾ പുറത്തുനിന്ന് കാണാൻ പോവുകയാണ്. ഷൈനി ചേച്ചി അയക്കാണ്ട് വെയിറ്റ് എന്നൊക്കെ ആരോ പറയുന്നുണ്ട്. ആരാണോ പറഞ്ഞേ? എന്നാടാ മോനെ സണ്ണി, നിനക്ക് എന്നാടാ വേണ്ടേ? കണ്ടോ, ഇപ്പൊ നോക്കിക്കേ, ശരിക്കും ഒരു ആനയുടെ തുമ്പിക്കൈ പോലെ തോന്നില്ലേ? അതാണ്. ആ ഒരു മിനിറ്റ്. കണ്ടാ, നമ്മൾ നേരത്തെ പറഞ്ഞ കടലും കരയും കൂടി ചുംബിക്കുന്ന ഒരു സ്പോട്ട് എന്ന് പറയുന്നത് ഇതാണ്. ഈ കര എന്ന് ഉദ്ദേശിക്കുന്നത് ഈ പാറയാണ് കേട്ടോ. പാറയെല്ലാം കരയിലാണല്ലോ ഉള്ളത്. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു പാറ ശരിക്കും ഒരു ആനയുടെ തുമ്പിക്കൈ പോലെ തോന്നുന്നില്ലേ? അപ്പോൾ കടലും കരയും കൂടി ചുംബിക്കുന്ന ഒരു റൊമാൻസ് സ്പോട്ടാണിത്. ഇവിടെ വരുന്ന എല്ലാവരും ലവേഴ്സൊക്കെ ഇവിടെ നിന്ന് എന്നാ പറയുന്നത്, ലിപ് ടു ലിപ് കിസ്സൊക്കെ ചെയ്ത് ഫോട്ടോ എടുക്കുന്ന ഒരു സ്പോട്ടാണിത്. വെഡിങ് ഒക്കെ കഴിഞ്ഞിട്ട് ഇവിടെയുള്ള ഇസ്രായേലികൾ ഇവിടെ വന്ന് ഫോട്ടോഷൂട്ടൊക്കെ ചെയ്യാറുണ്ട്. ഓ, ആർക്ക് വേണേലും കിസ് ചെയ്യാലോ. ആരൊക്കെ കിസ് ചെയ്യുന്നുണ്ട് പറയൂ. ഇവിടെ വന്നപ്പോ റൊമാൻസ് വ്ലോഗായി. അടിപൊളി, കൊള്ളാലോ. ചോനു നിമ്മും നല്ല ഗ്ലാമർ ആയിട്ടുണ്ടല്ലോ. ചുംബിക്കാൻ റെഡി ആയിട്ട് നിൽക്കുവാണോ? അയ്യോ, എല്ലാവർക്കും രണ്ടുപേർക്കും ഭയങ്കര നാണം. നോക്കിക്ക്. അപ്പോ ഞങ്ങളുടെ ഒരു 4-5 മണിക്കൂർ ഫ്രീ ടൈം ഇവിടെ തീരുവാണ്. കുറച്ചൊക്കെ എൻജോയ് ചെയ്തു. നല്ല ചൂടാണ്, നല്ല വെയിലാണ്, എല്ലാവരും മടുത്തു. എന്താ പറയുക, വന്ന കോലത്തിലൊന്നും അല്ല ഞങ്ങളിപ്പോൾ. ഇവിടെ വന്ന ഇസ്രായേലികൾ പോലും വെള്ളം കുടിച്ചാണ് നടക്കുന്നത്. അപ്പോൾ കുറച്ച് സമയം ഞങ്ങൾ നന്നായിട്ട് എൻജോയ് ചെയ്തു. നിങ്ങളും ഞങ്ങളോടൊപ്പം യാത്ര ചെയ്തു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ ശരി, എല്ലാവർക്കും നല്ലത് വരട്ടെ. നല്ലത് മാത്രം ആശംസിക്കുന്നു. ബൈ ബൈ. നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടോ? എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ ട്രിപ്പ്? എങ്ങനെയുണ്ടായിരുന്നു? സൂപ്പർ അല്ലേ? റോഷനിക്ര കാണാൻ മാത്രം ഉണ്ടല്ലേ? പക്ഷെ കേബിൾ കാർ മാത്രം ഞങ്ങൾക്ക് കയറാൻ പറ്റിയില്ല. പക്ഷെ ഞങ്ങൾ അടുത്ത തവണ കയറും. അപ്പം അല്ലേ? ശരി എന്നാ, ഓക്കെ. എപ്പടി